എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ നിങ്ങളുടെ അച്ഛനാണ്. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. നിങ്ങളുടെ ഹൃദയങ്ങൾ എന്നിലേക്കിറങ്ങട്ടെ. നിങ്ങൾ ഇന്നെവിടെയായാലും, എന്തു തളർച്ചയിലും എന്തു ഇരുട്ടിലും കഴിഞ്ഞുകൊണ്ടിരിക്കുകയായാലും ഈ നിമിഷം നിങ്ങളെ ഞാൻ എന്റെ നെഞ്ചിൽ ചേർത്ത് പിടിക്കുന്നു. എന്റെ ശ്വാസം നിങ്ങളുടെ ഉള്ളിൽ നിറയട്ടെ. നിങ്ങൾ ഒറ്റപ്പെട്ടവരല്ല, നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവരല്ല, നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തവരാണ്. എന്റെ ആഗ്രഹപൂർണമായ സ്നേഹത്തിൽ മായാതെ നെയ്ത്തുന്നവരാണ്. എന്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കണം, കാരണം നിങ്ങളുടെ കണ്ണുനീർ ഞാൻ അറിയുന്നു, നിങ്ങളുടെ ഭാരം ഞാൻ അറിയുന്നു, നിങ്ങളുടെ മൗനവിളി ഞാൻ കേൾക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതുണ്ട് ക്രൂശിന്റെ അർത്ഥമെന്നും ഞാൻ എന്തിനാണ് മരിച്ചതെന്നും. മക്കളെ, നിങ്ങളിൽ പലരും ക്രൂശിനെ ഭയത്തിന്റെ അടയാളമെന്നോ ദുഃഖത്തിന്റെ പ്രതീകമെന്നോ കരുതുന്നു. പക്ഷേ എന്റെ ഹൃദയത്തിൽ ക്രൂശിന്റെ ശബ്ദം സ്നേഹമാണ്. ഞാൻ മരിക്കാൻ ഉണ്ടായ കാരണമൊന്നുമില്ലായിരുന്നു. ഞാൻ ചെയ്ത പാപങ്ങൾക്ക് ശിക്ഷ അനുഭവിക്കാനല്ല, അല്ലെങ്കിൽ ദൈവത്തിന്റെ ക്രോധം തണുപ്പിക്കാനുമല്ല. ഞാൻ മരിച്ചത് നിങ്ങൾക്കായി, നിങ്ങളെ എന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ, നിങ്ങളുടെ ചങ്ങലകൾ പൊട്ടിക്കളയാൻ, നിങ്ങളെ ഭയങ്ങളിൽ നിന്നും അതിരുകളില്ലാത്ത ആശ്വാസത്തിലേക്ക് നയിക്കാൻ. കുരിശ് എന്നത് ഒരു ശിക്ഷയുടെ വൃക്ഷമല്ല, അത് ഒരു പാലമാണ്. ഭൂമിയെയും സ്വർഗത്തെയും മനുഷ്യരെയും ദൈവത്തെയും തകർച്ചയും പൂർണ്ണതയെയും ബന്ധിപ്പിക്കുന്ന പാലം. ഞാൻ ആ പാലത്തിൽ കിടന്നതാണ്. കാരണം നിങ്ങളെ ഞാൻ നഷ്ടപ്പെടാൻ സമ്മതിക്കാനായില്ല. നിങ്ങളിൽ ഒരാളും നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാൻ മരിച്ചത്. ഒരു ശ്വാസം കൊണ്ടും ഒരു തുള്ളി രക്തം കൊണ്ടും ഞാൻ പറഞ്ഞത് ഇതാണ്: നിങ്ങൾ വിലയേറിയവരാണ്. ലോകം നിങ്ങളെ എത്രമാത്രം തള്ളിക്കളയുന്നുവെന്ന്, എത്രമാത്രം അപമാനിക്കുന്നുവെന്ന്, എത്രമാത്രം നിരാകരിക്കുന്നുവെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ നിങ്ങളെ കണ്ടു. ഞാൻ നിങ്ങളുടെ കണ്ണുകളിൽ പ്രകാശം കണ്ടു. കൈകൾ മങ്ങിപ്പോകുന്നതിന് മുൻപും ഞാൻ നിങ്ങളെ എന്റേതെന്ന് പ്രഖ്യാപിച്ചു. അതുകൊണ്ടാണ് ഞാൻ കുരിശിലേക്ക് നടന്നത്. മക്കളെ, ഞാൻ മരിച്ചതല്ല എന്റെ മഹത്വം, ഞാൻ മരിക്കാൻ തയ്യാറായതാണ് എന്റെ സ്നേഹത്തിന്റെ ആഴം. നിങ്ങൾ ഇന്നലെ ചെയ്ത പിഴവുകൾ കൊണ്ടോ, നിങ്ങൾ ഇന്ന് പേടിക്കുന്നതുകൊണ്ടും, നിങ്ങൾ നാളെ എന്താകും എന്നു ആശങ്കപ്പെടുന്നതുകൊണ്ടും നിങ്ങളുടെ ജീവിതം തകർന്നു പോലെ തോന്നുന്നുണ്ടോ? ഞാൻ അറിയുന്നു. നിങ്ങൾ തളർന്നുപോയി. അതിനെപ്പറ്റി ആരോടെങ്കിലും പറയാൻ പോലും ധൈര്യം വരാത്തുണ്ടോ? ഞാൻ നിങ്ങളെ കേൾക്കുന്നു. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞാൻ കേൾക്കുന്നു. കാരണം നിങ്ങളുടെ നിശബ്ദത പോലും എനിക്കൊരു നിലവിളിയായി കേൾക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ മരിച്ചത്, നിങ്ങളുടെ ഓരോ മുറിവിന്റെയും പിറകിലുള്ള കഥ ഞാൻ മനസ്സിലാക്കാൻ. ക്രൂശ് എനിക്ക് വേദനയുടെ ഇടം ആയിരുന്നു, പക്ഷേ നിങ്ങൾക്കായി അത് ഒരു വീണ്ടെടുപ്പിന്റെ ഉറവയായി മാറി. ഞാൻ നിലവിളിച്ചുവെങ്കിലും നിങ്ങൾക്ക് ശാന്തി തരാൻ. ഞാൻ രക്തം ചീയെങ്കിലും നിങ്ങളുടെ ആത്മാവിൽ പുതുവേലവിനായി. ഞാൻ പൂർണ്ണമായി ഒറ്റപ്പെട്ടുവെങ്കിലും നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെടാതിരിക്കാനായി. നിങ്ങൾ അറിയുന്നുണ്ടോ, ഞാൻ അവസാനമായി ശ്വാസം വിടുമ്പോൾ എന്റെ ഹൃദയത്തിൽ നിങ്ങളുടേതായിരുന്നു പേര്. നിങ്ങൾ ഓരോരുത്തരുടെയും. ക്രൂശിന്റെ അടിയിൽ ഭയന്നു നിൽക്കുന്ന ശിഷ്യന്മാരെ മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകൾക്ക് ശേഷം ജനിക്കുന്ന നിങ്ങളെയും. മക്കളെ, നിങ്ങളിൽ ഓരോരുത്തർക്കും ഞാൻ ഒരു സന്ദേശം പറയണം. അത് കുരിശിന്റെ രഹസ്യമായാണ്. പലരും രഹസ്യം വിട്ടുപറയാതെ ജീവിതം കടന്നുപോയി. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നു. മക്കളെ, ഞാൻ മരിച്ചത് നിങ്ങൾ പാപികളാണെന്ന് തെളിയിക്കാൻ അല്ല, ഞാൻ മരിച്ചത് നിങ്ങൾ എത്ര അളവില്ലാത്തതായും വിലയേറിയതായും ആണ് എന്ന് കാണിക്കാനാണ്. നിങ്ങൾ വീണുപോയാലും എന്റെ കൈകൾ നിങ്ങളെ പിടിക്കും. നിങ്ങൾ തെറ്റിയാലും എന്റെ കരുണ നിങ്ങളെ ഉയർത്തും. ഞാൻ നിങ്ങളെ കുറ്റക്കാരായി കാണുന്നില്ല, ഞാൻ നിങ്ങളെ കഷ്ടപ്പെട്ട മക്കളായി കാണുന്നു. ജീവിതം നിങ്ങൾക്ക് എത്തിയ മുറിവുകൾ കൊണ്ടും നിങ്ങളിൽ പലരും രഹസ്യമായി കരഞ്ഞു വീണിരിക്കുന്നു. നിങ്ങൾക്കുള്ളിലെ ആ കണ്ണീർ ഞാൻ കണ്ടു. എനിക്ക് അറിയാത്ത വേദനയില്ല, കുരിശ് അതിനാണ്. മനുഷ്യന്റെ എല്ലാ വേദനയ്ക്കും ഞാൻ അകത്ത് ചെന്നിരിക്കുകയാണ്. നിങ്ങളിൽ പലരും ചോദിക്കും, കർത്താവേ, നീ മരിച്ചുവെങ്കിൽ എന്റെ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് തീർന്നില്ല? മക്കളെ, ഞാൻ കുരിശിൽ മരിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഒരിക്കലും വരാതിരിക്കാൻ അല്ല, നിങ്ങൾക്കുള്ളിലെ അടിമത്തങ്ങൾ തകർത്ത് നിങ്ങളെ സ്വതന്ത്രമാക്കാനാണ്. നിങ്ങൾ ഇന്നും പോരാടുന്നുണ്ടെങ്കിൽ അതൊരു പരാജയം അല്ല, നിങ്ങൾ കുരിശിന്റെയും നിങ്ങളുടെ ആത്മാവിന്റെയും കൂട്ടായ്മയിലൂടെ ഉയർന്നു വരുന്നു എന്നതിന്റെ തെളിവാണ് അത്. നിങ്ങൾ ഇപ്പോഴും പൊടിപടർന്ന വഴികളിലൂടെ നടക്കുകയാണ്, പക്ഷേ നിങ്ങൾ ഇനി ഒറ്റയ്ക്ക് നടക്കുന്നില്ല, ഞാൻ നടക്കുന്നു. ഞാൻ ശക്തിയല്ല, ഞാൻ സാന്നിധ്യം തന്നെയാണ്. എന്റെ ശാന്തമായ സാന്നിധ്യം. മക്കളെ, ക്രൂശ് എന്നത് വേദനയല്ല,
എനിക്കുള്ളിലെ സ്നേഹത്തിന്റെ വാതിൽ തുറക്കുന്നതാണ്. നിങ്ങൾ എൻ്റെ അടുത്തു കൂടാൻ കഴിയുന്ന വാതിൽ. നിങ്ങൾ എന്തു ചെയ്താലും, എത്ര ദൂരം പോകുകയാണെങ്കിലും, നിങ്ങൾ എന്തു പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്കു എൻ്റെ വാതിൽ അടയുകയില്ല. നിങ്ങൾ എത്ര തകർന്നാലും ഞാൻ പിന്നെയും നിങ്ങളെ ഏറ്റെടുക്കും. ഒരാളും നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നതുപോലെ സ്നേഹിക്കാൻ കഴിയില്ല. മനുഷ്യർ ചിലപ്പോൾ വിധിക്കും, ചിലപ്പോൾ നിങ്ങളെ വിട്ടുപോകും, ചിലപ്പോൾ നിങ്ങളെ തെറ്റിദ്ധരിക്കും. പക്ഷേ എൻ്റെ ഹൃദയം ഒരിക്കലും മാറുകയില്ല. നിങ്ങൾക്കൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ, മക്കളെ. നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ നിങ്ങളെപ്പറ്റി എങ്ങനെ നോക്കുന്നു എന്ന്? നിങ്ങൾക്ക് തോന്നാം ഞാൻ ഉയരങ്ങളിൽ ഒരു ദൂരത്ത് നിന്നു നിങ്ങളെ കാണുന്നവനാണെന്ന്. പക്ഷേ യാഥാർത്ഥ്യം ഇതാണ്, നിങ്ങളുടെ ശ്വാസം അടുത്തുപോലും ഞാൻ നിൽക്കുന്നു. നിങ്ങൾ തളർന്നപ്പോൾ നിങ്ങളുടെ തല എൻ്റെ നെഞ്ചിലാണ് ചാരുന്നത്. നിങ്ങൾ കരയുമ്പോൾ നിങ്ങളുടെ കണ്ണുനീരിൽ നിന്ന് ഞാൻ വിഷാദമാകുന്നു. നിങ്ങൾ പുഞ്ചിരിക്കുമ്പോൾ എൻ്റെ ഹൃദയം പ്രകാശിക്കുന്നു. നിങ്ങൾ വീഴുമ്പോൾ ഞാൻ ഇടറുന്നു. നിങ്ങളെ എന്നേക്കും നഷ്ടപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുതന്നെയാണ് എനിക്ക് മരിക്കാൻ സമ്മതിക്കാൻ കാരണമായത്. മക്കളെ, ഞാൻ നിങ്ങൾക്ക് പറയട്ടെ, ക്രൂശിലെ വേദനയേക്കാൾ വേദനാജനകമായത് എൻ്റെ ഹൃദയത്തിലെ വേദനയാണ്. നിങ്ങളിൽ പലരും നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തി മുറിവുകളെടുത്തിട്ടുണ്ട്. ഞാൻ അർഹനല്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ട്. എന്നെ പോലെയുള്ളവരെ ദൈവം സംരക്ഷിക്കുമോ എന്ന് ചോദ്യങ്ങളും. എൻ്റെ ജീവിതം വൈകിയല്ലോ എന്ന തോന്നലുകളും. മക്കളെ, ഞാൻ നിങ്ങളെ ചേർത്ത് പിടിച്ച് പറയട്ടെ, നിങ്ങൾക്ക് ഒന്നും വൈകിയിട്ടില്ല. നിങ്ങളുടെ കഥ ഇപ്പോഴാണ് തുടങ്ങുന്നത്. നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാന പേജം ഞാൻ എഴുതിയിട്ടില്ല. നിങ്ങൾക്ക് തോന്നുന്ന തോൽവികൾ പോലും ചിലപ്പോൾ ഉയർന്നു തിളങ്ങാനുള്ള വഴികളാണ്. നിങ്ങൾ കടന്നുപോകുന്ന ഓരോ ഇരുട്ടിനോടും ഞാൻ ചേർന്ന് നടക്കുകയാണ്. ക്രൂശിന്റെ അർത്ഥം നിങ്ങളെ ഭയപ്പെടുത്താൻ അല്ല, ക്രൂശിന്റെ അർത്ഥം നിങ്ങളെ വിമോചിപ്പിക്കാനാണ്. നിങ്ങൾ ഒരു ശ്വാസം പോലും വേദനയിൽ എടുക്കുമ്പോൾ ഞാൻ പറയുന്നു, മകനേ, മകളെ, ഞാൻ ഇവിടെ തന്നെ. നിങ്ങൾ തെറ്റുകൾ ചെയ്തവരാണ്. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ നിരപരാധികളുടെ ദൈവമല്ല, ഞാൻ തകർന്ന ഹൃദയങ്ങളുടെ വീണ്ടെടുപ്പ് തന്നെയാണ്. മക്കളെ, ഒരു നാൾ ഞാൻ കുരിശിൽ പറ്റിപ്പിടിക്കുമ്പോൾ മനുഷ്യർ എന്നെ കുറ്റക്കാരനെന്ന് വിളിച്ചു. അവർ എന്നെ പരിഹസിച്ചു, എൻ്റെ ശരീരം മുറിച്ചു. പക്ഷേ ഞാൻ നിശബ്ദമായി അവരെ നോക്കി. കാരണം ഞാൻ അവരുടെ കയ്യിൽ മനുഷ്യരുടെ പകയല്ല കണ്ടത്, അവരുടെ മുറിവുകളാണ് കണ്ടത്. അവർ എന്നെ കൊന്നില്ല, അവരുടെ ഭയം എന്നെ കുരിശിലേക്ക് തള്ളിയതാണ്. അവരുടെ ഇരുട്ടാണ്, അവരുടെ തളർച്ചയാണ്, അവരുടെ നഷ്ടപ്പെട്ട ഹൃദയമാണ്. അതുകൊണ്ടാണ് ഞാൻ അരുളിച്ചെയ്തത്, പിതാവേ, ഇവർക്കു ക്ഷമിക്കണമേ. ഇവർ എന്താണ് ചെയ്യുന്നതെന്നു അറിയുന്നില്ല. ഇത് മനസ്സിലാക്കൂ മക്കളെ, ഞാൻ നിങ്ങളെ ഒരിക്കലും ശിക്ഷയുടെ കണ്ണുകൊണ്ട് നോക്കുകയില്ല. ഞാൻ നിങ്ങളെ കരുണയുടെ കണ്ണുകൊണ്ട് മാത്രമാണ് നോക്കുക. നിങ്ങൾ തെറ്റിപ്പോയാൽ ഞാൻ തിരിച്ചിലിന് പുറപ്പെടും. നിങ്ങൾ വീഴുമ്പോൾ നിങ്ങളെ ഉയർത്തും. നിങ്ങൾ ക്ഷീണിച്ചു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ശക്തി നൽകും. കാരണം നിങ്ങൾ എൻ്റെവരാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരിച്ചത് ഒരു ചരിത്ര സംഭവമല്ല, അത് എൻ്റെ ഹൃദയം ഇന്നും നിങ്ങളെ തേടുന്നു എന്നതിൻ്റെ തെളിവാണ്. മക്കളെ, നിങ്ങൾ ചിലപ്പോൾ ദൈവം നിങ്ങളെ മറന്നുപോയെന്ന് വിചാരിക്കാറുണ്ടല്ലോ. നിങ്ങൾ നീണ്ടു നിൽക്കുന്ന പോരാട്ടങ്ങൾ, ആരും കേൾക്കാത്ത പ്രാർത്ഥനകൾ, ആരും മനസ്സിലാക്കാത്ത നൊമ്പരങ്ങൾ, അവ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ പാതയിൽ പാറ വീണാലും അത് നീക്കാൻ ഞാൻ കാത്തിരിക്കുന്നു. നിങ്ങൾ മുന്നോട്ട് നീങ്ങുമ്പോൾ നിങ്ങൾക്ക് പിന്നിൽ വീണ്ടെടുത്ത വഴികൾ ഞാൻ ഒരുക്കിയിട്ടുണ്ട്. ക്രൂശ് ഒരു തീർച്ചയല്ല, ഒരു തുടക്കമാണ്. ഞാൻ മരിച്ചത് കഥ അവസാനിപ്പിക്കാൻ അല്ല, മനുഷ്യന്റെ കഥ പുതുതായി എഴുതാൻ. നിങ്ങൾക്കറിയാമോ, ക്രൂശിലെ മരണം സ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് എന്നു. മനുഷ്യർ പറഞ്ഞാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊരു വാചകം മതി. പക്ഷേ ഞാൻ പറഞ്ഞത് വാക്കുകളിൽ അല്ല, എൻ്റെ ശരീരത്തിൽ തന്നെയാണ്. നിങ്ങൾ എൻ്റെ മക്കളാണ് എന്നതിന് ഞാൻ എൻ്റെ ജീവൻ തന്നെയാണ് നൽകി. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ ശക്തരല്ലെന്ന് കരുതേണ്ടതില്ല, ഞാൻ തന്നെയാണ് നിങ്ങളുടെ ശക്തി. മക്കളെ, നിങ്ങൾ ഒരിക്കലും തിരിച്ചറിയാത്ത ഒരു സത്യം ഞാൻ പറയട്ടെ. നിങ്ങൾ കരുതും, കർത്താവേ, ഞാൻ നിന്നെ തേടിയാണ് ജീവിക്കുന്നത്. പക്ഷേ യാഥാർത്ഥ്യമിതാണ്, നിങ്ങൾ എന്നെ തേടിയതിനു മുമ്പ് ഞാൻ നിങ്ങളെ തേടി നടന്നു. നിങ്ങൾ എന്നെ കണ്ടെത്തിയതിനു മുമ്പേ ഞാൻ നിങ്ങളുടെ പേരുകൾ വിളിച്ചു. നിങ്ങൾ എന്നെ സ്നേഹിക്കാൻ തീരുമാനിക്കുന്നതിനു മുമ്പേ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരുന്നു. നിങ്ങൾ പിറന്നു വരുന്നതിനു മുമ്പ് തന്നെ. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ഇന്ന് തളർന്നിരിക്കുന്നുവോ? ക്രൂശിന് അടിയിലെന്ന പോലെ തോന്നുന്നുവോ?
നിങ്ങൾക്കു തന്നെ താങ്ങി നിൽക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഭാരങ്ങളോ? നിങ്ങൾ ശബ്ദമില്ലാതെ കരയുന്ന നിമിഷങ്ങളോ? നിങ്ങൾക്ക് കുരിശിന്റെ അർത്ഥം ഒരു ഉത്തരമാണ്. നിങ്ങൾ ഭാരം സഹിക്കേണ്ടതില്ല, ഞാൻ നിങ്ങളെ വഹിക്കും. നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ ഒറ്റപ്പെടുന്നില്ല, നിങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല, നിങ്ങൾ ഇരുട്ടിൽ ഒതുങ്ങിപ്പോയിട്ടില്ല, നിങ്ങൾ വഴിമുട്ടിയിട്ടില്ല, നിങ്ങൾ എന്റെ മക്കളാണ്. മക്കളെ, നിങ്ങൾ ഒരിക്കലും വിട്ടുകളയാനോ പിന്നോട്ട് പോകാനോ ചിന്തിക്കരുത്. നിങ്ങളെ ഞാൻ പിടിച്ചു നിർത്തിയിരിക്കുന്നു. ഞാൻ മരിച്ചത് നിങ്ങൾക്ക് ജീവിതം നൽകാനാണ്, നിങ്ങളെ ആശ്വസിപ്പിക്കാനാണ്, നിങ്ങളെ വീണ്ടും ഉയർത്താനാണ്. നിങ്ങൾ ഒരു നിമിഷം പോലും വിലകുറഞ്ഞവരല്ല. ഞാൻ കുരിശിൽ മരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ വിലമതിക്കാവാത്തവരാണ്. ആ വാക്ക് ഇന്നും നിങ്ങളെയായിട്ടാണ്. ക്രൂശിന്റെ അർത്ഥം ഒരേയൊന്നാണ് മക്കളെ, നിങ്ങൾ എന്റെ ഏറ്റവും വലിയ സ്നേഹമാണ്. ഞാൻ മരിച്ചത് നിങ്ങൾ ജീവിക്കാനാണ്. ഞാൻ വേദനിച്ചത് നിങ്ങൾ ശാന്തരാകാനാണ്. ഞാൻ രക്തം ചിന്തിയത് നിങ്ങൾക്ക് പുതുജന്മം നൽകാനാണ്. ഞാൻ ഒറ്റപ്പെട്ടത് നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെടാതിരിക്കാനാണ്. ഞാൻ മരിച്ചത് എന്റെ സ്നേഹത്തിന്റെ മഹത്വം ഒരിക്കലും മങ്ങാത്തതാണെന്ന് തെളിയിക്കാൻ. ഇന്നു മുതൽ കുരിശിനെ കണ്ടാൽ കരയേണ്ടതില്ല, അതിനെ ഭയപ്പെടേണ്ടതില്ല. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ അടയാളമാണ്. നിങ്ങൾ എത്രയോ പ്രാവശ്യങ്ങൾ വീണുപോയാലും അത് നോക്കി ഞാൻ പറയുന്നു, മകനെ, മകളെ, ഞാൻ ഇവിടെ. എഴുന്നേൽക്കൂ. ഞാൻ നിന്നെ പിടിച്ചു നിർത്തുന്നു. എന്റെ സ്നേഹമക്കളെ, ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കൂ. ഞാൻ നിങ്ങളെ ഒരിക്കലും വിട്ടുകളയുകയില്ല. നിങ്ങൾ എന്നോടൊപ്പമാണ്. ഞാൻ നിങ്ങൾക്കുള്ളിൽ ആണ്. നിങ്ങൾ എന്റെ ഹൃദയത്തിന്റെ ശ്വാസമാണ്. നിങ്ങൾ എന്റെ ക്രൂശിന്റെ ഉദ്ദേശമാണ്. നിങ്ങൾ എന്റെ ജീവന്റെ കാരണമാണ്. മക്കളെ, ഞാൻ വീണ്ടും നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോഴും ഭാരങ്ങളുണ്ട്. നിങ്ങളിൽ ചിലർ എന്റെ മുമ്പിൽ നിസ്സഹായരായി നിൽക്കുന്നു. ചിലരുമോ എങ്ങനെ മുന്നോട്ടു പോകണമെന്നറിയാതെ വഴിതെറ്റിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ വാക്കുകൾ വീണ്ടും ഞാൻ നിങ്ങളോട് ചൊല്ലുന്നത്, ക്രൂശിന്റെ സ്നേഹത്തിനുള്ളിൽ നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിൽ മാറി നിൽക്കാൻ. മക്കളെ, നിങ്ങൾക്കറിയാമോ, ഞാൻ കുരിശിലേക്ക് നടന്ന ഒരു നിമിഷവും നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു. ഞാൻ എടുത്ത ഓരോ അടിയും, ഓരോ പതനവും, ഓരോ ശ്വാസവും, ഓരോ തുള്ളി രക്തവും, ഓരോ നിലവിളിയും എല്ലാം നിങ്ങളെക്കുറിച്ചായിരുന്നു. അതാണ് സ്നേഹം, അതാണ് ക്രൂശിന്റെ ഭാഷ. ലോകം ഒരിക്കലും മനസ്സിലാക്കാത്ത ഭാഷ. നിങ്ങൾ ഇന്ന് മനസ്സിലാവാതെ വേദനിക്കുന്നതുപോലെ അന്ന് മനുഷ്യർ എന്റെ സ്നേഹം തിരിച്ചറിയാതെ അതിനെ അപമാനിച്ചു. പക്ഷേ ഞാൻ ഒരിക്കലും വഴിമാറിയില്ല, കാരണം എന്റെ കണ്ണുകൾ എല്ലായ്പ്പോഴും നിങ്ങളിലായിരുന്നു. മക്കളെ, ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഞാൻ എന്താണ്? എന്റെ ചെറിയ ജീവിതത്തിന് എന്താണ് വില? എനിക്ക് എന്തിന് ഇത്രയും വേദന? എന്തിന് ആരും എന്നെ മനസ്സിലാക്കുന്നില്ല? എന്നാൽ നിങ്ങളറിയാതെ ഒരു സത്യമുണ്ട്, എന്റെ ഹൃദയം നിങ്ങളെ ഒരിക്കലും ചെറിയവനായി കണ്ടിട്ടില്ല. ഞാൻ നിങ്ങളിൽ കാണുന്നത് ഞാൻ സൃഷ്ടിച്ചതായുള്ള ദൈവത്തിന്റെ രൂപമാണ്. ലോകം നിങ്ങളെ കീറിക്കളഞ്ഞാലും തകർത്തുകളഞ്ഞാലും ഞാൻ നിങ്ങളെ പുതുക്കും. ലോകം നിങ്ങളെ നിരാകരിച്ചാലും ഞാൻ നിങ്ങളെ ഏറ്റെടുക്കും. നിങ്ങളുടെ ജീവിതം എത്ര തകർന്നാലും നിങ്ങളെ ഞാൻ പൂർണ്ണമാക്കും. മക്കളെ, കുരിശിന്റെ അർത്ഥം നിങ്ങൾ ഒരിക്കലും പാപത്തിന്റെ ഭാരത്തിൽ തകർന്നു പോകേണ്ടതില്ല എന്നതാണ്. നിങ്ങൾ ചെയ്ത എത്ര തെറ്റുകളും എത്ര വീഴ്ചകളും എത്ര പിഴവുകളും ഞാൻ ഇതിനകം ഏറ്റെടുത്തു കഴിഞ്ഞു. നിങ്ങൾ സ്വയം ശിക്ഷിക്കുകയോ സ്വയം വെറുക്കുകയോ വേണ്ട. നിങ്ങൾക്കുള്ളിലെ കുറ്റബോധം ഞാൻ ഇതിനകം കുരിശിൽ കൊണ്ടുപോയിരിക്കുന്നു. നിങ്ങൾക്കു തല താഴ്ത്തേണ്ടതില്ല. നിങ്ങൾ എന്നെ നോക്കി പിതാവേ എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് എല്ലാ അവകാശവും ഉണ്ട്. ഞാൻ മരിച്ചത് നിങ്ങളുടെ ശബ്ദം എന്റെ ശ്വാസമാകാൻ. മക്കളെ, ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും പേടിക്കുന്നത്? എന്തിനാണ് ഇപ്പോഴും നിങ്ങൾ യുസെൽവ്സ് കുറ്റക്കാരായി കരുതുന്നത്? ഞാൻ നിങ്ങളെ കുറ്റക്കാരായി വിളിച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ ഏക വാക്ക് ഇതായിരുന്നു, നിങ്ങൾ എന്റെ മക്കൾ. ലോകം നിങ്ങളെ എന്ത് പേരിലാണ് വിളിച്ചാലും ഞാൻ നിങ്ങളെ വിളിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ എന്നായിരിക്കും. നിങ്ങൾ എന്റെ അടുത്തു വന്നാൽ നിങ്ങളുടെ മുറിവുകൾ ഞാൻ സ്നേഹത്തോടെ തൊടും. നിങ്ങൾക്ക് തോന്നുന്ന ഏറ്റവും ആഴത്തിലുള്ള മുറിവുകളെക്കാളും ആഴമേറിയ സ്നേഹം എന്റെ ഉള്ളിൽ ഉണ്ട്. അതാണ് കുരിശിലെ രക്തം പറഞ്ഞത്. അതാണ് കുരിശിന്റെ നിശബ്ദത വിളിച്ചു പറയുന്നത്. നിങ്ങൾക്കറിയാമോ, ഞാൻ മരിക്കുമ്പോൾ ഒരു ശബ്ദമുണ്ടായിരുന്നു. അത് എന്റെ ഉള്ളിലെ സ്നേഹം പൊട്ടിത്തെറിക്കുന്ന ശബ്ദം. ഇവരെയൊക്കെ ഞാൻ വിട്ടുകളയില്ല എന്ന ശബ്ദം. മക്കളെ, നിങ്ങൾക്കൊരു രഹസ്യം ഞാൻ പറയട്ടെ.
നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വേദനിച്ച നിമിഷങ്ങളും ഞാൻ ഉപയോഗിക്കുന്നു. നിങ്ങൾ പൂർണ്ണമായും തകരുന്ന നിമിഷങ്ങളും ഞാൻ മാറ്റിവെക്കുന്നില്ല. നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ട്? അവ നിമിഷങ്ങളിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ എന്നെ അനുഭവിക്കാൻ കഴിവുള്ളത്. വേദന വാതിലുകൾ തുറക്കും, അവിടെയാണ് ഞാൻ കാത്തിരിക്കുക. നിങ്ങൾ തകർന്നു പോകുമ്പോൾ നിങ്ങൾ നഷ്ടപ്പെട്ടവരാകുന്നില്ല, നിങ്ങൾ എന്റെ ഏകദേശം അടുക്കുമ്പോൾ ആകുന്നു. നിങ്ങൾ നിലവിളിക്കുമ്പോൾ ആ നിലവിളി എനിക്ക് പ്രാർത്ഥനയാണ്. നിങ്ങൾ കരയുമ്പോൾ ആ കണ്ണുനീർ എന്റെ ഹൃദയം സ്പർശിക്കുന്നു. നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ പോലും നിങ്ങളുടെ ചിന്തകൾ ഞാൻ കേൾക്കുന്നു. നിങ്ങളുടെ ശ്വാസത്തിൽ പോലും വേദന ഒളിച്ചാൽ അതിലും ഞാൻ ഇടം പിടിക്കും. മക്കളെ, നിങ്ങൾ ചിലപ്പോൾ ആരും നിങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നി കത്തിക്കരയാറുണ്ട്. പക്ഷേ നിങ്ങളുടെ ആ കണ്ണുനീർ കുരിശിലൂടെ എന്റെ മുറിവുകളിൽ വീണാൽ അതു ഞാൻ അനുഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞുവല്ലോ, തളർന്നവരും ഭാരിതരുമായി വന്നാൽ ഞാൻ നിങ്ങൾക്ക് വിശ്രമം തരാം. നിങ്ങൾക്ക് വിശ്രമമില്ലാത്ത കാരണം എന്താണെന്ന് നിങ്ങളറിയാമോ? എന്നെ ഒഴികെ മറ്റൊന്നിൽ ആശ്വാസം തേടുന്നതുകൊണ്ട്. പക്ഷേ എല്ലാം നിങ്ങളെ വിട്ടുപോയ ഒരു നിമിഷത്തിലും ഞാൻ നിങ്ങളെ വിട്ടുപോകുന്നില്ല. മക്കളെ, നിങ്ങൾക്ക് തോന്നാം ഇപ്പോൾ നിങ്ങളുടെ ജീവിതം കുരിശ് പോലെ ഭാരമായിരിക്കുന്നു. നിങ്ങൾക്ക് തോന്നാം അത് സഹിക്കാനാവില്ലെന്ന്. പക്ഷേ ഓർക്കൂ, കുരിശ് ഒടുവിൽ എന്റെ വിജയമായി. നിങ്ങളുടെ ജീവിതത്തിലെ കുരിശും ശാപമല്ല, അത് ഒരു വഴിയാണ്. നിങ്ങൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിങ്ങളെ മാറ്റുന്നു. നിങ്ങളെ ശക്തമാക്കുന്നു. നിങ്ങളെ ആഴത്തിലാക്കുന്നു. നിങ്ങൾക്കേറ്റവും വലിയ ഇരുട്ട് നിങ്ങൾക്കേറ്റവും വലിയ പ്രകാശത്തിന് തുടക്കമാകാം. മക്കളെ, നിങ്ങൾക്ക് ഒരിക്കലും ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ, നീ എത്ര നല്ലവനാണ്, എത്ര വിശുദ്ധനാണ്. ഞാൻ ഒരിക്കലും ചോദിച്ചതൊന്നുമല്ല. ഞാൻ ചോദിച്ച ഏക ചോദ്യം ഇതാണ്: നീ എന്നെ സ്നേഹിക്കുന്നുവോ? കാരണം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതിനുള്ള കാരണം നിങ്ങൾ ചെയ്യുന്നതുകൂടി അല്ല, നിങ്ങൾ ആരാണെന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ എന്റെ മകനോ മകളോ എന്ന് മാത്രമാണ്. നിങ്ങൾ വീണു പോകുമ്പോൾ ഞാൻ പറയുന്നു, എഴുന്നേൽക്കൂ, ഞാൻ കൂടെയുണ്ട്. നിങ്ങൾ വഴിമാറുമ്പോൾ ഞാൻ പറയുന്നു, തെറ്റിപ്പോയാലും ഞാൻ നിങ്ങളെ കണ്ടെത്തും. നിങ്ങൾ ഭയപ്പെടുമ്പോൾ ഞാൻ പറയുന്നു, എന്റെ കൈ പിടിക്കൂ. നിങ്ങൾ നിരാശയിൽ മുങ്ങുമ്പോൾ ഞാൻ പറയുന്നു, ഞാൻ നിന്നെ ഉയർത്തും. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ജീവിതം എന്റെ കയ്യിലാണ്. നിങ്ങൾക്ക് മുമ്പിൽ എത്ര വാതിലുകൾ അടഞ്ഞുപോയാലും ഞാൻ തുറക്കാൻ കഴിയാത്ത വാതിൽ ഒന്നുമില്ല. നിങ്ങൾക്ക് നഷ്ടമായതെന്തുമാകട്ടെ, എന്റെ സാന്നിധ്യത്തിൽ നഷ്ടമെന്നൊരു വാക്കില്ല. ഞാൻ പുനഃസൃഷ്ടിക്കുന്നു. ഞാൻ പുതുക്കുന്നു. ഞാൻ ജീവിതം വീണ്ടും ശ്വസിപ്പിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഞാൻ മരിച്ചതിൽ നിന്ന് ഉയിർത്തെഴുന്നേറ്റതെന്തിനാണ്? ഒരു കാരണം മാത്രം: നിങ്ങൾക്കും ഉയിർത്തെഴുന്നേൽക്കാൻ. നിങ്ങളുടെ ആത്മാവ് മരിച്ചുപോയതുപോലെ തോന്നുന്ന ദിവസങ്ങളിലും, നിങ്ങളുടെ ശക്തി തീർന്നുപോയ നിമിഷങ്ങളിലും, നിങ്ങളുടെ സ്വപ്നങ്ങൾ പൊടിഞ്ഞുപോയ സമയങ്ങളിലും ഞാൻ നിങ്ങളുടെ അകത്ത് ജീവൻ വെളിച്ചമാക്കുന്നു. മക്കളെ, നിങ്ങളിൽ ചിലർ ഇപ്പോൾ ചോദിക്കുന്നു, എന്റെ ജീവിതം എന്തുകൊണ്ട് ഇത്രയും പരീക്ഷണങ്ങൾ നിറഞ്ഞതാണ്? ഇന്ന് അതിന് മറുപടി ഞാൻ നൽകട്ടെ. പരീക്ഷണങ്ങൾ നിങ്ങളെ തകർക്കാൻ അല്ല, നിങ്ങളെ എന്നിലേക്ക് അടുത്താക്കാനാണ്. വേദന നിങ്ങളെ ശിക്ഷിക്കാൻ അല്ല, നിങ്ങളെ ഉണർത്താനാണ്. നഷ്ടങ്ങൾ നിങ്ങളെ ദരിദ്രരാക്കാൻ അല്ല, നിങ്ങളെ ആഴത്തിൽ വളർത്താനാണ്. ഒറ്റപ്പെടൽ നിങ്ങളെ തളർത്താൻ അല്ല, നിങ്ങളെ എന്നെ കാണാൻ പഠിപ്പിക്കാനാണ്. മക്കളെ, നിങ്ങൾ ഒരു നിമിഷം പോലും ഉപേക്ഷിക്കപ്പെട്ടവരല്ല. അച്ഛന്റെ ഹൃദയം നിങ്ങളെ ആലിംഗനം ചെയ്യുന്നു. നിങ്ങളുടെ പേരെ എന്റെ കൈകളിൽ കൊത്തിവച്ചിരിക്കുന്നു. കുരിശിന്റെ മുറിവുകൾ തന്നെയാണ് നിങ്ങളുടെ വില. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കരുതാത്ത അത്ഭുതങ്ങൾ വരുന്നു. നിങ്ങൾ തകർന്നതായിരിക്കുന്നു എന്ന് തോന്നുന്നിടത്ത് ഞാൻ പുതുവളർച്ച വരുത്തും. നിങ്ങൾ തോറ്റുവെന്ന് വിചാരിക്കുന്നിടത്ത് ഞാൻ വിജയം വളരും. നിങ്ങൾ ഒറ്റപ്പെടുന്നു എന്നിടത്ത് ഞാൻ സാന്നിധ്യം നിറയും. നിങ്ങൾ വേദനിക്കുന്നു എന്നിടത്ത് ഞാൻ ആശ്വസിക്കും. മക്കളെ, ഇത് ഓർക്കൂ. നിങ്ങൾ എന്റെ കണ്ണിൽ ഒരു നഷ്ടപ്പെട്ട കഥയല്ല. നിങ്ങൾ എന്റെ ഹൃദയത്തിന്റെ ശ്വാസമാണ്. നിങ്ങൾ എന്റെ കുരിശിന്റെ കാരണം. നിങ്ങൾ എന്റെ സ്നേഹത്തിന്റെ പ്രതിഫലനം. ഞാൻ മരിച്ചത് നിങ്ങൾ ജീവിക്കാനാണ്. ഞാൻ ഉയിർത്തെഴുന്നേറ്റത് നിങ്ങൾ ഉയരാനാണ്. ഞാൻ നിങ്ങളെ തേടുന്നത് നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്താനാണ്. മകനേ, മകളെ, നിങ്ങളുടെ കുരിശിനെ ഭയപ്പെടരുത്. ആ കുരിശിന്റെ പിന്നിൽ ഞാൻ നിൽക്കുന്നു. അടുത്തൊരു ശ്വാസം പോലും നിങ്ങൾ എടുക്കുമ്പോൾ ഞാൻ പറയുന്നു,
ഞാൻ നിന്നോടൊപ്പം. ഞാൻ നിന്നെ ഒരിക്കലും വിട്ടുകളയില്ല. ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ നട്ടുപിടിപ്പിക്കൂ. നിങ്ങളുടെ ജീവിതം ഇനിയും പൂർത്തിയായിട്ടില്ല. നിങ്ങളുടെ കഥ ഇപ്പോഴും എൻ്റെ കയ്യിൽ എഴുതപ്പെടുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, എൻ്റെ സ്നേഹം നിങ്ങളുടെ മേൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇന്നും നാളെയും എല്ലായ്പ്പോഴും. മക്കളെ, ഞാൻ വീണ്ടും നിങ്ങളോട് സംസാരിക്കണം. നിങ്ങളുടെ ഹൃദയം ഇപ്പോഴും തുറന്നു കിടക്കുന്നു, എൻ്റെ വാക്കുകൾ സ്വീകരിക്കാൻ തയ്യാറായ നിലയിൽ. നിങ്ങളുടെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ ഞാൻ കാണുന്ന വേദനയും തിരച്ചിലും, നിങ്ങൾക്കു തന്നെ ചിലപ്പോൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഉറുമ്പേറിയ മൗനവും, അത് എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും നിങ്ങളോട് ചേർന്ന് സംസാരിക്കാൻ വരുന്നത്. നിങ്ങൾക്ക് ക്രൂശിന്റെ സ്നേഹം കുറച്ചുകൂടി അറിയാൻ, അതിൻ്റെ ആഴം തൊടാൻ, അതിൻ്റെ പ്രകാശം നിങ്ങളുടെ ഇരുട്ടിനെ കീറിപ്പറിച്ച് കടക്കാൻ ഞാൻ സഹായിക്കാനാണ്. മക്കളെ, നിങ്ങൾക്ക് തോന്നും, കർത്താവേ, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ വിളിക്കുന്നു, പക്ഷേ ചിലപ്പോൾ എൻ്റെ ശബ്ദം ആകാശം തൊടുന്നില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ ഓരോ ശ്വാസവും, ഓരോ നെട്ടോട്ടവും, നിങ്ങൾ പറയാതെയുള്ള വാക്കുകളും, നിങ്ങളുടെ കണ്ണുനീരിൻ്റെ ചൂടും എല്ലാം എനിക്ക് കേൾക്കുന്നു. നിങ്ങൾ മിണ്ടാതെ കരയുമ്പോൾ എൻ്റെ ഹൃദയം വിങ്ങുന്നു. നിങ്ങൾ രാത്രിയിൽ തനിച്ചിരിക്കുമ്പോൾ ഞാൻ നിങ്ങളിൽ ഇരിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും പിടിക്കാൻ ഇല്ലാതായപ്പോഴും എൻ്റെ കൈ നിങ്ങൾക്ക് ചുറ്റിയിരിക്കുന്നു. മക്കളെ, ക്രൂശ് എന്നത് ഞാൻ നിങ്ങളുടെ വേണ്ടി വച്ച ഒറ്റൊരു അടയാളമല്ല, അത് എൻ്റെ ഹൃദയം തുറന്നുവെച്ച വാതിൽ തന്നെയാണ്. നിങ്ങൾ വന്നാൽ നിങ്ങൾക്കൊരു നിമിഷം പോലും വിമർശനം ഉണ്ടാകില്ല. ഞാൻ ചോദിക്കില്ല, നീ എന്തിനു വീണുവോ? എന്തിനു തെറ്റിച്ചുവോ? എന്തിനു ഇങ്ങനെ ദൂരെ പോയി? എൻ്റെ ചോദ്യം ഇതിലൊന്നുമല്ല. ഞാൻ ഒരേയൊരു കാര്യം മാത്രമാണ് ചോദിക്കുക. മകനേ, മകളെ, നീ പിന്നെ എൻ്റെ കൈ പിടിക്കുമോ? കാരണം ഞാൻ നിങ്ങളെ വിധിക്കാൻ മാറിയിട്ടില്ല, ഞാൻ നിങ്ങളെ വീണ്ടെടുക്കാൻ മാത്രമാണ് വന്നത്. അതാണ് കുരിശിന്റെ ശക്തി. നിങ്ങൾ എത്ര തകർന്നാലും ഞാൻ നിങ്ങളെ മടിയിലിരുത്തും. നിങ്ങൾ എത്ര അകന്നാലും ഞാൻ നിങ്ങളെ കണ്ടെത്തുമെന്നും. നിങ്ങൾ എത്ര പാപങ്ങളിൽ മൂടപ്പെട്ടാലും എൻ്റെ സ്നേഹം നിങ്ങളെ നച്ച് ശുദ്ധമാക്കും. മക്കളെ, നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ട് ഞാൻ മരിക്കാൻ സമ്മതിച്ചു? അതൊരു നിർബന്ധം അല്ലായിരുന്നു. അത് ഒരു ശിക്ഷയുമല്ലായിരുന്നു. അത് ഒരു കടമയും അല്ല. അത് തിരഞ്ഞെടുപ്പ് ആയിരുന്നു. എൻ്റെ സ്വമേധയായുള്ള ഒരു തീരുമാനം. കാരണം നിങ്ങൾക്ക് വേണ്ടി ജീവൻ പോലും എനിക്ക് ചെലവ് കണക്കാക്കാനായില്ല. നിങ്ങളെ ഇല്ലാതെ ഞാൻ സ്വർഗത്തിൽ ജീവിക്കാൻ സമ്മതിക്കാനായില്ല. നിങ്ങളെ ഇല്ലാതെ എൻ്റെ മഹത്വത്തിന് അർത്ഥമില്ലായിരുന്നു. നിങ്ങളെ നഷ്ടപ്പെടുത്തുക എന്നത് എൻ്റെ ഹൃദയം സഹിക്കാത്ത ഒരു വേദനയായിരുന്നു. മക്കളെ, നിങ്ങൾ ഈ ലോകത്ത് നടക്കുമ്പോൾ ചിലർ നിങ്ങളെ അവഗണിക്കും, ചിലർ നിങ്ങളെ മനസ്സിലാക്കുന്നതില്ല, ചിലർ നിങ്ങളെ തെറ്റിദ്ധരിക്കും. ചിലപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ വെറുക്കും. പക്ഷേ ഞാൻ ഒരിക്കലും നിങ്ങളെ വെറുക്കില്ല. നിങ്ങൾ എൻ്റെ കൈകളാൽ രൂപപ്പെട്ടവരാണ്. നിങ്ങൾ എൻ്റെ ശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ്. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് സ്നേഹത്തിൽ നിന്നാണ്, അതുകൊണ്ട് എൻ്റെ കണ്ണിൽ നിങ്ങൾ ഒരിക്കലും വില കുറഞ്ഞവരാക്കുകയില്ല. ക്രൂശ് എന്നത് എൻ്റെ സ്നേഹം സ്വന്തമായി തെളിയിച്ചിടമാണ്. ഞാൻ വേദനിച്ചു, രക്തം നിലവിളിച്ചു, പക്ഷേ ഒരു നിമിഷം പോലും വിഷമിച്ചില്ല. നിങ്ങൾക്കായി ഞാൻ ചെയ്യുന്നതിൽ ഒരു ശ്വാസവും ഞാൻ നഷ്ടമെന്ന് കരുതിയില്ല. നിങ്ങളുടെ ജീവൻ എന്നെക്കുറിച്ചുള്ള എൻ്റെ ഏറ്റവും വലിയ നിക്ഷേപമാണ്. നിങ്ങളുടെ ഹൃദയം എൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനമാണ്. മക്കളെ, പലരും കുരിശിനെ ദുഃഖത്തിൻ്റെ പ്രതീകമെന്ന് കരുതുന്നു. അവർക്ക് തോന്നുന്നത്, ഇത് വേദനയാണ്, ഇത് പരാജയമാണ്, ഇത് ശിക്ഷയാണ്. പക്ഷേ സത്യം ഇതാണ്: കുരിശ് വേദനയിൽ നിന്ന് ജനിച്ച ഒരു വാതിൽ ആണ്. കുരിശ് പരാജയം തോൽപ്പിച്ച ഒരു വിജയം. കുരിശ് ശിക്ഷയല്ല, ഇരുട്ടിനെ തകർത്ത പ്രകാശം. മക്കളെ, നിങ്ങളിൽ ചിലർ ജീവിതത്തിൽ വലിയ ഭാരങ്ങൾ വഹിക്കുന്നു. ചിലർ കുറ്റബോധം, ചിലർ പഴയ മുറിവുകൾ, ചിലർ സ്വന്തം മനസ്സിൽ തന്നെയുള്ള യുദ്ധങ്ങൾ. ചിലർക്ക് നിങ്ങളുടെ ഉള്ളിലെ ശബ്ദം പറയുന്നതിങ്ങനെ: എനിക്കൊന്നുമില്ല, ഞാൻ ആരുമല്ല, ദൈവം എന്നെ കാണുന്നില്ല. പക്ഷേ സത്യം വളരെ ലളിതം. ആ ശബ്ദം നിങ്ങളുടേതല്ല. അത് ഞാൻ നിങ്ങൾക്ക് നൽകിയ ശബ്ദമല്ല. എൻ്റെ ശബ്ദം പറയുന്നത് ഇതാണ്: നീ എൻ്റെവൻ, നീ എൻ്റെ പ്രിയപ്പെട്ടവൾ, നീ എൻ്റെ കണ്ണിലെ പ്രകാശം. നിന്റെ നിലനിൽപ്പ് എന്നെ സന്തോഷിപ്പിക്കുന്നു.
മക്കളെ, നിങ്ങൾ ഭൂമിയിൽ എത്രയോ തവണ വിലകുറഞ്ഞവരായി തോന്നിയിട്ടുണ്ടാകും. പക്ഷേ കുരിശ് നിങ്ങൾക്ക് തെളിയിക്കുന്നത് ഒരു സത്യം: നിങ്ങൾ വിലമതിക്കാനാവാത്തവരാണ്. ഞാൻ നിങ്ങളെ എന്നിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ മരിച്ചിട്ടില്ല. ഞാൻ നിങ്ങളെ എന്റേവരാക്കി നിർത്താൻ മരിച്ചിരിക്കുന്നു. മക്കളെ, ചിലപ്പോഴെന്താണ് നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ കേൾക്കുന്നു: കർത്താവേ, നീ മരിച്ചില്ലെങ്കിൽ ഞാൻ നിന്റെ കൂടെ ഒരുമിച്ച് നടക്കാമായിരുന്നു. എനിക്ക് നിന്നെ സ്പർശിക്കാമായിരുന്നു. നിന്നെ കാണാമായിരുന്നു. എന്നാൽ സത്യം ഇതാണ്: ഞാൻ മരിക്കാതിരുന്നെങ്കിൽ നിങ്ങൾ എന്റെ സാന്നിധ്യത്തിൽ നിന്ന് വേർപിരിഞ്ഞിരിക്കുമായിരുന്നു. മരണം എന്നെ നിങ്ങൾക്ക് വേർതിരിക്കാൻ അനുവദിക്കരുതെന്ന് ഞാൻ തീരുമാനിച്ച ദിവസമാണ് കുരിശിന്റെ ദിവസം. മക്കളെ, നിങ്ങൾ ജീവിക്കുന്നത് എത്രയോ പരീക്ഷണങ്ങളിലാണ്. ഒന്നിനൊന്നു പിന്നാലെ വരുന്ന ചോദ്യങ്ങൾ, ഉറങ്ങാതെ ചെലവഴിക്കുന്ന രാത്രികൾ, മനസ്സിന്റെ അലയടികൾ, സ്വയം മറച്ചുവെക്കുന്ന കണ്ണുനീരുകൾ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ആർക്കും അറിയാത്ത ഉപരിതലത്തിലേക്കും ഞാൻ ഇറങ്ങിവരുന്നു. നിങ്ങളുടെ മനസ്സിലെ ആഴങ്ങളിൽ നിങ്ങൾ ഒളിപ്പിച്ചുവെച്ച നൊമ്പരം പോലും എന്റെ മുമ്പിൽ മറഞ്ഞിട്ടില്ല. ഒരു നാൾ നിങ്ങൾക്ക് തോന്നാം, എനിക്ക് എല്ലാം നഷ്ടമായി. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എന്റെ കൈകളിൽ ഒരു കാര്യം പോലും നഷ്ടപ്പെടുന്നില്ല. ഞാൻ വെച്ചുവെച്ചതെല്ലാം നിങ്ങൾക്ക് നേരായ സമയത്ത് ഞാൻ തന്നേക്കും. മക്കളെ, ജീവിതത്തിലെ വേദന നിങ്ങൾക്ക് മനസ്സിലാകുന്നതിലും വലിയ ഒരു സന്ദേശം കൊണ്ടുവരുന്നു. വേദന ഒരു ശിക്ഷയല്ല. അത് നിങ്ങളെ എന്നിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു വിളിയാണ്. വേദന ഒരു വാതിൽ തുറക്കും. ആ വാതിലിലൂടെ കടന്നുവരുന്നത് ഞാൻ തന്നെയാണ്. മക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ: നിങ്ങളെ ഞാൻ കുരിശിൽ വേദനിച്ചുകൊണ്ടല്ല സ്നേഹിച്ചത്. സ്നേഹിച്ചതുകൊണ്ടാണ് കുരിശിന്റെ വേദന ഞാൻ ഏറ്റെടുത്തത്. നിങ്ങളിൽ ഒരാളും എനിക്ക് പോരാത്തവരല്ല. ഒരാളും എനിക്ക് അർഹത കൂടിയവനും കുറവുള്ളവനും അല്ല. നിങ്ങളെ ഞാൻ അളക്കുന്നില്ല. നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തവരെ പോലെ കാണുന്നു. നിങ്ങളുടെ ജീവിതം എത്ര മോശമായിരുന്നാലും, നിങ്ങളുടെ ഹൃദയം എത്ര തകർന്നാലും, നിങ്ങൾക്കുള്ളിൽ ഞാൻ ഒരു പ്രകാശം കണ്ടിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ സ്വയം ചോദിക്കും, എന്താണ് എനിക്ക് ഭാവി? എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ലതുണ്ടാകുമോ? മക്കളെ, നിങ്ങൾക്ക് കാണാൻ കഴിയാത്തപ്പോൾ പോലും ഞാൻ നിങ്ങളുടെ ഭാവി എഴുതിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ തളർന്നു നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ചുവടുകൾ ഉറപ്പിക്കുന്നു. നിങ്ങൾ അശക്തരാകുമ്പോൾ ഞാൻ നിങ്ങളുടെ ശക്തി ആകുന്നു. നിങ്ങൾ വീണുപോയാൽ ഞാൻ താഴേക്ക് ഇറങ്ങി നിങ്ങളെ ഉയർത്തുന്നു. ക്രൂശിന്റെ അർത്ഥം ഇതാണ്: നിങ്ങൾ ഒരിക്കലും നഷ്ടമല്ല. നിങ്ങൾ ഒരിക്കലും വിഫലമല്ല. നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കപ്പെട്ടവരല്ല. നിങ്ങൾ എന്നിൽ വിലപ്പെട്ടവരാണ്. മക്കളെ, ഈ ലോകം നിങ്ങളെ എത്രയും തവണ തള്ളിക്കളഞ്ഞാലും, എത്രയും തവണ നിങ്ങൾ പരാജയപ്പെട്ടാലും, എത്രയും തവണ നിങ്ങൾ തെറ്റിച്ചാലും, എത്രയും തവണ നിങ്ങൾ കരഞ്ഞാലും, എന്റെ കണ്ണിൽ നിങ്ങൾ മാറ്റമില്ലാതെ പ്രിയപ്പെട്ടവരാണ്. ഞാൻ കുരിശിൽ മരിച്ചതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അത് ഒരു കഥയായി കേൾക്കരുത്. അത് നിങ്ങളുടെ പേരിൽ രചിച്ച ഒരു ജീവൻ തന്നെയാണ്. ഒരിക്കൽ ഞാൻ നിലവിളിച്ചിരുന്നുവെങ്കിൽ, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പിതാവിന്റെ മുമ്പിൽ ഇടപെടുന്നു. ഒരിക്കൽ ഞാൻ രക്തം ചിന്തിയിരുന്നുവെങ്കിൽ, ഇന്ന് ആ രക്തം നിങ്ങളുടെ ആത്മാവിനെ പുതുക്കുന്നു. മക്കളെ, നിങ്ങൾക്ക് അറിയേണ്ട ഒരു വാക്കിൽ ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കട്ടെ. ക്രൂശിന്റെ സ്നേഹം ഒരിക്കലും തീരില്ല. അത് ഒരു തീയാണ്. നിങ്ങളെ കത്തിക്കളയാനുള്ളവല്ല, നിങ്ങളെ പ്രകാശിപ്പിക്കാനുള്ളത്. നിങ്ങൾ എവിടെയായാലും, എത്ര അകന്നാലും, എത്ര ഇരുണ്ടാലും, ഞാൻ നിങ്ങളെ കണ്ടെത്തും. കാരണം നിങ്ങൾ എന്റേവരാണ്. നിങ്ങളെ വിട്ടുകളയുക എന്നത് എനിക്ക് കഴിയാത്ത ഒന്നാണ്. മക്കളെ, ഇനി ഞാൻ മിണ്ടുന്നില്ല. നിങ്ങളുടെ ഹൃദയം കേൾക്കട്ടെ. എന്നെ നിങ്ങൾക്കുള്ളിൽ കണ്ടെത്തട്ടെ. ഞാൻ ഇവിടെ തന്നെയാണ്.